അപ്പോൾ നമ്മൾ ഇന്ന് ടൊറോണ്ടോയിലെ ബബിൾ പ്ലാനറ്റിലേക്കാണ് വന്നേക്കുന്നത്. എല്ലാവരും ഞാൻ പരിചയപ്പെടുത്താം. ഇത് പുതിയ ആൾക്കാരാണ്, ബട്ട് ഇവരെന്റെ ഫ്രണ്ട്സാണ്. ഇത് വിഷ്ണു, ഇത് ഗോവിന്ദ്, പ്രിയ. സേ ഹൈ പ്രിയ. അപ്പോൾ ഇവർ ബാരിയിൽ നിന്ന് ടൊറോണ്ടോയിൽ എന്നെ പിക്ക് ചെയ്ത് നമ്മളിവിടെ വന്നേക്കാണ്. സോ നമുക്ക് കയറിയിട്ട് എന്താണെന്നുള്ളത് കാണാം. ലെറ്റ്സ് സീ. ബൈ ബൈ, കം ഓൺ ഗൈസ്. പറ ഗോവിന്ദ, പറ. നമ്മുടെ ട്രിവാൻഡ്രത്ത് ഓണപരിപാടിക്ക് മറ്റേ പൂജപ്പുര മറ്റേ മാനവീയത്ത് ലൈറ്റ് ഇടുന്ന പോലെ. സത്യം, ഈ ലൈറ്റ്സ് ഒക്കെ നല്ല രസമുണ്ട്. അതിലോട്ട് കയറാം. വിഷ്ണു അന്തം വിട്ട് കുന്തവഴിക്ക് നിൽക്കുകയാണല്ലോ. ഇത് എന്നാ ചാതന്നോ? കൊച്ചു പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഈശ്വര, ഈ ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് എടാ, ഇത് ബോക്സിങ്. ഇത് കുഞ്ഞു പിള്ളേർക്ക് ഇടിക്കപ്പരുത് വിഷയോ. ഇത് മൊത്തം ലൂപ്പായല്ലോ. മൊത്തം നമ്മൾ ലൂപ്പിൽപ്പെട്ട അവസ്ഥയാണ്. ബട്ട് ഇതിന്റെ ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് അടിപൊളി അല്ലേ വിഷ്ണു? അതെ, കേറിയിട്ട് ഇത്ര രണ്ടാമത്തെ സംഭവല്ലേ? അതെ, 2 ഉള്ളൂ. 2 കൊള്ളാം, 3, 4 കൊള്ളാം. 2 കൊള്ളാം, ബാക്കി നോക്കാം. പിള്ളേര് മുള്ളിയ ബലൂണൊക്കെ ഉണ്ടാവും. നശിപ്പിച്ചു ബലൂൺ. പിടിച്ചോ. ഇതിന്റെ ഇടയിൽ ഇഷ്ടം പോലെ ഇങ്ങനത്തെ കുഞ്ഞു പിള്ളേരുണ്ടാവും. അമ്മേ, ഇത് നമുക്ക് $3 അതെ അതെ അതെ, വീട്ടിലാണെങ്കിൽ സെറ്റ് ചെയ്യാം സിമ്പിളായിട്ട്. ഇപ്പൊ ഏകദേശം $40 പയ്യെ വെറുത്തായി വരുന്നുണ്ട്. സൗണ്ട് ഒക്കെ മാറണം. ഇങ്ങോട്ട് വാ. സൗണ്ട് നോക്ക്. ഇതിലൊരു മൈക്രോഫോൺ അത് സ്പീക്കറിൽ നിന്ന് വെച്ചേക്കണ കണ്ട. നമ്മളിവിടെ കുറെ കോച്ചസ് ഇട്ടിട്ടുണ്ട്. ഇവിടെ നമ്മുടെ സൗണ്ട് തന്നെ ഭയങ്കര ബാസിലാണ് നമുക്ക് കേൾക്കുന്നത്. കുറച്ച് സൗണ്ട് വേരിയേഷൻസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ ഈ സ്പീക്കർ വെച്ചിട്ട്. അടിപൊളി എക്സ്പീരിയൻസ് ആണ് അതിനകത്ത്. സ്പേസ് കൊള്ളാം. ഇതെന്താ ബബിൾസിന്റെ ഒരു സ്വിമ്മിംഗ് പൂൾ. നമ്മളിപ്പോ എന്താ ബബിൾസിന്റെ ഒരു പൂളിലാണ്. നേരത്തെ പോലെ തന്നെ ബലൂണിലും ഉണ്ടാകുന്ന ഇതിനുള്ള മുള്ളിട്ടുണ്ടെങ്കിൽ സംശയം.
വന്നപ്പോഴേ പറഞ്ഞാണ് ഗൈസ്, പൈസ കൂടിയ വില പിടിച്ചൊന്നും എടുത്തോണ്ട് വരണ്ടെന്ന് പറഞ്ഞാണ് ഗൈസ്. അഹങ്കാരം കാണിക്കാനായിട്ട് എയർപോർട്ട്സ് ഇട്ടുകൊണ്ട് സാധനത്തിന്റെ അകത്ത് ഇറങ്ങി ഗൈസ്. എയർപോർട്ടിന്റെ അകത്ത് പോയി. അങ്ങനെ എന്റെ എയർപോർട്ട്സ് പോയ കഥയും ഇതിൽ അപ്ലോഡ് ചെയ്യാം. ഇതിനകത്ത് ഇറങ്ങുമ്പോ ആരും എയർപോർട്ട്സ് ഹെഡ്സെറ്റ് വിലപിടിപ്പുള്ളതൊന്നും എടുത്ത് ഇറങ്ങരുത്. പോയാ പോയി ഇനി കിട്ടൂല. ഇതിനുള്ളിൽ കിടന്ന് പറക്കി എടുക്കാന് പോയി. അതിനുള്ള ഇൻഷുറൻസ് ഉണ്ടോ? കോപ്പുണ്ട്. അങ്ങനെ നമ്മള് ബബിൾ പൂളിൽ നിന്ന് ഇറങ്ങി നെക്സ്റ്റ് വിളിക്കുകയാണ്. പറ. ടൈറ്റാനിക്കിലെത്തി നമ്മൾ. എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ എല്ലാരും ഇങ്ങനെ അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിപ്പുണ്ട്. വാട്ട് ഇസ് ഗോയിങ് ഓൺ? എന്താ സംഭവം നമുക്ക് മനസ്സിലായില്ല. The next room contains ഇതിനകത്ത് എന്താണെന്ന് അറിയത്തില്ല. കേറണം. ഇതിങ്ങനെ ചുമ്മാ ഫോട്ടോ എടുക്കുന്ന സ്ഥലം. നിനക്കെന്ത് വേണം? ചുമ്മാ ഫോട്ടോ എടുക്കാനായിട്ട് ഇവിടെ ഒന്നും ഇല്ല കേട്ടോ. എനിക്കൊന്ന് ഊഞ്ഞാലിരിക്കണല്ലേ ചുമ്മാ ഇങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട്. ഫോട്ടോസ് എടുക്കാൻ എടാ ഇതെന്താ ഇവര് പറഞ്ഞത്? ഞാൻ ശ്രദ്ധിച്ചില്ല. എന്താ പറഞ്ഞ? ലൈറ്റ് ഫോളോ ചെയ്തിരുന്നു. എന്റെ മോനെ വിഷയം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട. ദിസ് ഇസ് മൈ ഫേവറേറ്റ് സ്പോട്ട്. ഇതെന്റെ അടിപൊളി സ്പോട്ട്. വിഷ്ണു ഈ സ്ഥലം അടിപൊളിയല്ലേ? ഫോട്ടോസ് ഒക്കെ എടുത്ത് കളിക്കാൻ പറ്റിയ പ്ലേസ്. അടിപൊളി സ്ഥലം കേട്ടോ. ഒരു ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ. പിള്ളേരൊക്കെ ഇത് എന്നാ സാധനവും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. കൊച്ചു പിള്ളേർക്കൊക്കെ നല്ല ക്യൂട്ട് കാണാൻ. ഞാനിത് പിടിച്ചിട്ട് ഇതിന്റെ ലൈറ്റ് പോയി നമുക്ക് കണ്ടു നോക്കാം എന്ത് സംഭവം എന്നുള്ള. ഇവിടെ എന്തോ ആണ്. ടിവി കാണിക്കണ ഫുട്ടേജ് കാണിക്കും. അത് VR ചെയ്യാൻ പോവാണ്. പ്ലാൻ ഇല്ല. ടിക്കറ്റ് എടുക്കണം. $5. VR-ന് $5 $5 എക്സ്ട്രാ ആണ്. സോ നമുക്ക് എടുക്കണോ വേണ്ടെന്നുള്ളത് നമ്മൾ തീരുമാനിച്ചില്ല. നമുക്ക് എടുക്കാം. എന്തായാലും വൺ ടൈം എക്സ്പീരിയൻസ് സെറ്റ്. നമ്മൾ $5 എടുത്ത് നമ്മൾ ഈ സംഭവം ചെയ്യാൻ പോണ്. സോ നമ്മൾ 3 പേർ. ഗോവിന്ദ് ചെയ്യുന്നില്ല. ഗോവിന്ദ് എടുത്തില്ല. നമ്മൾ 3 പേരും ചെയ്യാൻ പോവാണ്. അടിയാണ് ഇവിടെ ഇരിക്കാൻ. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. Let's see. നമ്മളിത് വെച്ചിട്ടുള്ള എക്സ്പീരിയൻസ് എന്താണോ? Let's see. ഓൾറെഡി വച്ചെന്തൊക്കെയോ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. സോ നമ്മുടെ ഫിക്സിംഗ് നടക്കാണ്. സോ let's see what we'll see. Okay.
ഇത് മറ്റേ പഴയ സ്ഥലം. ഫോട്ടോ എടുക്കാം. ഇത് പിന്നെ നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോഴത്തെ ഒരു സെക്ഷനിലാണ്. ഇവിടെ വലുതായിട്ടൊന്നും ഇല്ല കാണാൻ. അടി ഇപ്പൊ കിട്ടിയേനെ. നമ്മൾ കയറിയപ്പോ എടുത്ത ഫോട്ടോ ആണിത്. ഇതിന്റെ പ്രിന്റ് എടുക്കാൻ പോവാണ്. സൂം ചെയ്തപ്പോ ഓ മൈ ഗോഡ് ബ്ലറാണ്. ബട്ട് ഇതിന്റെ ഡിജിറ്റൽ കോപ്പി വരുമ്പോൾ ഞങ്ങൾ കാണിക്കുന്നതാണ്. നമ്മൾ രാവിലെ എടുത്ത ഫോട്ടോയുടെ കോപ്പി ഇതാ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ബബിൾ പ്ലാനറ്റിൽ നിന്ന് ഇറങ്ങി. അപ്പോ എന്റെ ഒരു റിവ്യൂ പറയുകയാണെങ്കിൽ അടിപൊളി, വർത്ത് ഇറ്റ്, വർത്ത് ദ പ്രൈസ് ആണ്. ഇനി നമുക്ക് ഇവരുടെ അടുത്ത് ചോദിക്കാം. പ്രിയ, വിഷ്ണു, ഗോവിന്ദ് എല്ലാരും പറയൂ. എന്റെ ഒരു അഭിപ്രായമാണ്. കൊള്ളാം. ആദ്യം നമ്മള് കയറുമ്പോ വിചാരിക്കും റിപ്പീറ്റ് മൂഞ്ചി പൈസ പോയെന്ന്. പക്ഷെ കയറുന്തോറും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അടിപൊളിയാണ്. കൂടുന്തോറും ഭംഗി കൂടി വരും. അതുപോലെ നമ്മൾ ആദ്യം അവർ നമുക്കൊരു വേസ്റ്റ് എക്സ്പെക്ടേഷൻ തരും, ഒന്നുമില്ല. പക്ഷെ നമ്മൾ ആ ഒരു എക്സ്പെക്ടേഷനിൽ കയറുന്നതുകൊണ്ട് പോവാ അടിപൊളിയാണ്. പലതരത്തിലുള്ള വിഷ്വൽ എക്സ്പീരിയൻസ് ഉണ്ട് ഓരോ സ്ഥലത്ത് പോകുമ്പോൾ. ലാസ്റ്റ് ആണ് VR നമ്മൾ ചെയ്തത്. പക്ഷെ എനിക്ക് VR ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവന് മാത്രം അത് എക്സ്ട്രാ $5 കുലുക്കരുത്. ഇങ്ങനെ പിടിച്ച് കുലിക്കുക. അത് വേറെ എല്ലാവരും വന്ന് കുലുക്കുകയും ചെയ്യും. അത് സമ്മതിക്കരുത്. വീഡിയോ ഓഫായി പോകും. $5 വേസ്റ്റ് ആവും. അത് നിനക്ക് മാത്രമേ അങ്ങനെ പറ്റുള്ളൂ. ഞങ്ങൾക്ക് കൂടി 10 മിനിറ്റ് മൊത്തം. പിന്നെ ഒരു മെയിൻ കാര്യം, വരുമ്പോ വെള്ളമൊക്കെ കൊണ്ട് കയറാ. ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം അതാണ്. ഞങ്ങൾ വെള്ളം താഴ്ചിട്ടായി. കാര്യം ഇതൊക്കെ നടന്നു തീരുമ്പോ തന്നെ ഒരു വഴിയാവും. സോ ഇതാണ് നമ്മളിതേ ഇറങ്ങി പുറത്ത്. സോ ദീർഘനിശ്വാസമൊക്കെ എടുക്കുന്നത്. ഞങ്ങൾ വെള്ളം താഴ്ച പണ്ടാരുടങ്ങി. സോ അതൊക്കെ കൊണ്ടുവരാം. അതെ, ഞങ്ങള് ചായക്കടയിലോട്ട് ഞങ്ങൾ പോണേ. അപ്പൊ ഓക്കെ, സെപ്റ്റംബർ 30th വരിക കാണാം. ഫ്രണ്ട്സ് അടക്കം ഒന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ സ്പോട്ടാണ്. പിന്നെ ഫാമിലി ആയിട്ടും വരാം. മക്കളും ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. മക്കൾക്ക് പറ്റിയ സ്ഥലമാണ്. അതെ, ഇനി നിനക്കുണ്ടല്ലോ, നീ ഒരു അച്ഛനല്ലേ, അതുകൊണ്ട് കുഞ്ഞു പിള്ളേർക്ക് ആണെങ്കിൽ അടിപൊളി അടിച്ചു പൊളിക്കാം. അതെ, പിന്നെ മറ്റേ ബബിളിന്റെ പൂളിൽ പോകുമ്പോ അതിന്റെ ഉള്ളിൽ മിസ്സാവാണ്ട് നോക്കാം. പിന്നെ സാധനങ്ങൾ മിസ്സാവാണ്ട് നോക്കാം. എന്റെ എയർപോർട്ട് ഒരെണ്ണം പോയിരിക്കുകയാണ്. അവര് കേറണതിന് മുന്നേ പ്രത്യേകം പറഞ്ഞതാണ്, ഒരു വില കൂടിയ സാധനം ഒന്നും എടുത്തോണ്ട് ഇടല്ലേ, എന്റെ മുഖം കണ്ടുകൂടാ. ഞാൻ എന്നെ നോക്കിയായിരുന്നു. വില കൂടിയ സാധനം ഒന്നും എടുത്തുകൂടാന്ന് അവര് പറഞ്ഞാണ്. എന്നിട്ടും അഹങ്കാരം കാണിച്ച എയർപോർട്ട് ചെവിയിൽ വെച്ച് എടുക്കാൻ വേണ്ടി താക്കോൽ എന്റെ ബാഗിനകത്തുണ്ട്. ഇൻസ്റ്റാഗ്രാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഗൈസ്. ഓക്കെ, അപ്പൊ ആർക്കെങ്കിലും ഇവരുടെ ആരുടെയെങ്കിലും ID വേണമെങ്കിൽ ജസ്റ്റ് കമന്റ് മീ, ഞാൻ ID തരാം. അതെ, കാറും ഉണ്ട്. This guy has a car too. Okay, so പ്രൊമോഷൻ വേണ്ട. സോ കാർ ഓട്ടിക്കുന്നത് എടുക്കണോ? ഇനി ഓട്ടിക്കുന്നതും കൂടെ ഞാൻ എടുക്കാം. സോ ബൈ. എല്ലാരും ഒരു ബൈ പറയൂ. ഗോവിന്ദേ, പ്രിയേ, ബൈ. ഈ വളിപ്പ് സഹിച്ചതിന് നന്ദി, പ്രത്യേകിച്ച് ഇവന്റെ വളിപ്പ്. ഓക്കെ, ബൈ ഗൈസ്. അപ്പോ ലൈക്ക്, സബ്സ്ക്രൈബ് മൈ ചാനൽ. ബൈ, സീ യു.